ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, കൃഷിയായിട്ട് ഫാമിംഗ് ആയിട്ടുള്ളതാണ്. നമ്മളുടെ ഏത് വീട്ടിലായാലും ഒരു തെങ്ങ്, ഒരു ചെറിയൊരു സ്ഥലമായാലും നമ്മൾ വളർത്തുന്നതാണ് തെങ്ങ്. അപ്പോൾ ആ തെങ്ങിന് വളമിടേണ്ട സമയമായി. അപ്പോൾ നമ്മൾ സാധാരണ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ വളം ഇടാറ്. അതിന് കാരണം ആ സമയങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾക്ക് മഴ കുറേ ലേറ്റായി പോയിരിക്കുന്നു. ഇപ്പോൾ ജൂലൈയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജൂലൈയിൽ നമ്മൾ ഏകദേശം കഴിയാറായി. അപ്പോഴാണ് ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് നമുക്കൊരു കണ്ടിന്യൂസ്ലായിട്ട് ഇങ്ങനെ മഴ വരുന്നത്. അപ്പോൾ ലേറ്റായി നല്ലോണം, എങ്കിലും മഴ ഉണ്ടെങ്കിലാണ് നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വളം ഇടാൻ പോവുകയാണ്. അപ്പോൾ വളം ഇടാൻ എങ്ങനെയാണ് നമ്മളുടെ അവിടുത്തെ തെങ്ങുകൾക്ക്, നമുക്കൊരു 10 തെങ്ങാണുള്ളത്. ആ 10 തെങ്ങുകൾക്ക് എന്ത് വളമാണ് നമ്മൾ ചെയ്യാറ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 4 അതായത് തേങ്ങ പിടിച്ചിട്ടുള്ള തെങ്ങുകളാണുള്ളത്. പിന്നെ ബാക്കി 6 എണ്ണം തേങ്ങ പിടിക്കാറായിരിക്കണം. അതിൽ ഏകദേശം ഈ വർഷത്തോട് കൂടിയിട്ട് അതിന് തേങ്ങ പിടിക്കൽ തുടങ്ങും. പിന്നെ ഉള്ളത് ചെറിയ തെങ്ങുകളാണ്, അതൊരു 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വലിയ തെങ്ങിന് 1 കിലോഗ്രാം എന്ന കണക്കിന് നമ്മൾ കുമ്മായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുമ്മായപ്പൊടി നമ്മൾ ചെയ്യാറ് പൊടിയായി വാങ്ങുകയല്ല ചെയ്യുക, ഇങ്ങനെ ഇത്തിൾ വാങ്ങിയിട്ട് അതിനെ നീറ്റിയിട്ട് കുമ്മായാക്കുകയാണ് ചെയ്യുക. ഈ ഇത്തിളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കക്കേൻ്റെ തൊണ്ടില്ലേ, നീറ്റിക്കക്ക എന്നാണ് പറയുക. ആ തൊണ്ട് നമ്മൾ വാങ്ങിയിട്ട്, അതൊരു 10 കിലോനാണ് കേട്ടോ. ആ 10 കിലോ നമ്മൾ വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളം അതിങ്ങനെ കണ്ടോ, നല്ല പുക വരും, നല്ല ചൂടാണ്. അത് എന്നിട്ട് ഇങ്ങനെ നീറിയിട്ട് അതിൽ നിന്ന് നമുക്ക് കുമ്മായപ്പൊടി കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഇത് കടലിന് വാരി എന്നിട്ട് ഇത് വേവിക്കണേ. വേവിച്ചിട്ട് തന്നെ കക്ക വേവിക്കും, എന്നിട്ട് ഇത് പാക്കിംഗ് ആയിട്ടാ വരുന്നത്. അല്ലാണ്ട് ആ തൊണ്ട് വെറുതെ അല്ല അല്ലേ, പൊടിയാണ്. ഇത് പൊടിയാവണോക്കെ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലിവിടെ 10 കിലോ ഒന്ന്, ഇതിൽ 10 കിലോ ഉണ്ട് കേട്ടോ. ഇനി ഇത് പൊടിയാവുമ്പോൾ ഇതിനെ ഇരട്ടിയായി മാറും. നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലെ മണ്ണ് തടമെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുമ്മായം മണ്ണിലിട്ട് കഴിഞ്ഞാൽ മണ്ണിനൊരു അമ്ലത ഉണ്ട്, അത് നന്നായിട്ട് കുറയും. അതുവഴി വേരുകൾക്ക്, അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ, ആ വളം വേഗം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന് സഹായമാവും. പിന്നെ കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ നമ്മളുടെ കുമ്മായത്തിൽ അടങ്ങിയിട്ടുണ്ട് താനും. പിന്നെ തെങ്ങിൻ്റെ വളർച്ചയ്ക്കും കായ്ഫലത്തിനൊക്കെ കുമ്മായം നല്ലതാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്ന അന്ന് തന്നെ നമ്മൾ പണി ലാഭിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ രാസവളവും ജൈവവളമോ എന്താണോ നമ്മൾ ഇടുന്നത് അതൊക്കെ ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. എങ്ങനെയായാലും നമ്മൾ ഇപ്പോൾ കുമ്മായം ഇട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഏത് വളവും ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ നമ്മളിങ്ങനെ കുറച്ച് നേരം കൂട്ടി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ അവിടെ ഒരു മഴ പെയ്തപ്പോൾ കോരി വെച്ചു കേട്ടോ. ഇത് മാത്രമല്ല, ഒരു ബക്കറ്റിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാത്രം, മറ്റേത് അപ്പുറത്തെ സൈഡിലായിരിക്കണത്. അപ്പോൾ കണ്ടോ, കറക്റ്റ് അരിപ്പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല, പക്ഷേ ഇത് നമ്മൾ കയ്യിലൊക്കെ ആയ പൊള്ളണ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി വേറൊരു യൂസും കൂടി ഉണ്ട്, ഞാൻ കാട്ടിത്തരാം. ഇത് നമ്മൾ ഇനി വഴുക്കണ സ്ഥലങ്ങളിൽ ഇത് ഇട്ട് കഴിഞ്ഞിച്ചാൽ ആ വഴുപ്പും പൂപ്പലും ഒക്കെ നല്ല ക്ലീനായിട്ട് പോവും. നന്നായി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മണിമുല്ലയിൽ നിന്ന് ഇവിടെ വെള്ളമൊക്കെ വീണിട്ട് നല്ല വഴുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലിട്ടിട്ട് ഒരു ചൂടുകൊണ്ട്, നമ്മൾ നല്ല ചൂടൊന്നും എടുത്തിട്ട് അടിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ അത് വേഗം പൊട്ടി പോകും. ചൂടിന് ഇതിന് കാരം കൂടുതലല്ലേ, അപ്പോൾ ചൂടിൻ്റെ ഈർക്കിലൊക്കെ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ പഴയ വല്ല ചൂട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ എല്ലാത്തിക്കും ഒന്ന് ഉരച്ച് കൊടുത്ത് കഴിഞ്ഞിച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞിച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പൂപ്പലൊക്കെ ഒരുവിധം പോയിട്ടുണ്ടാവും. ശരിക്കൊരു ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതിനെക്കാട്ടിയും നല്ലതാണ്. ബ്ലീച്ചിങ് പൗഡർ പറഞ്ഞിച്ചാൽ
ഈ മണ്ണിലെ അണുക്കളേനെ അതായത് നമ്മുടെ ഞാഞ്ഞൂട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചത്തുപോവും. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. കുമ്മായാവുമ്പോൾ മണ്ണിനും കുഴപ്പമില്ല. കണ്ടോ, ഞാൻ മഴ പെയ്തതിന് ശേഷം എനിക്ക് ഉരയ്ക്കാൻ പറ്റിയില്ല, പക്ഷെ മഴ പെയ്തതിന് ശേഷം കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. കണ്ടോ, ഒരുവിധം ക്ലീൻ ആയിരിക്കണു. അപ്പോൾ ഇനി നമുക്ക് തെങ്ങിന് എങ്ങനെ വളം ഇടാമെന്ന് നോക്കാം കേട്ടോ. തെങ്ങിന് വളം ഇടണത് നമ്മൾ ആദ്യം തന്നെ തെങ്ങിൻ്റെ കട നന്നായി മാന്തണം കേട്ടോ. എന്നിട്ട് മാന്തി മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുമ്മായം തന്നെയാണ് ഫസ്റ്റ് ഇടുന്നത്. കുമ്മായം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. ആ കുമ്മായം 2 ആഴ്ച ആകുമ്പോഴാണ് അത് കറക്റ്റ് മണ്ണിലൊക്കെ സെറ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ ജൈവവളം പച്ചിലയോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ കോഴിക്കാഷ്ടമോ എന്താ വെച്ചാൽ അത് 1 കിലോ എന്ന ഒരു അളവിൽ നമ്മൾക്ക് തെങ്ങിൻ്റെ ചുവട്ടിലിടാം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാസവളങ്ങൾ നൽകാം. രാസവളം ഈ പറയുന്ന പോലെ തന്നെ 1 കിലോ എന്ന കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കണം. അത് 18 അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചിടാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് അത് ഒരു 500 ഗ്രാം കൊടുക്കണം. പിന്നെ അതും കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ബോറോക്സ് വാങ്ങിയിട്ട് 50 ഗ്രാം കൂടെ നമുക്ക് കൂടെ നൽകാം. അത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ വളമിടൽ കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ 2-3-4 പ്രാവശ്യം സാധനമൊക്കെ പോയി വാങ്ങണ്ടേ എന്ന് ചിന്തിക്കുന്നവർക്ക് 10-5-20 എന്ന് പറയുന്ന ഒരു കൂട്ടുവളമുണ്ട്. അത് 3.5 കിലോ വാങ്ങിയിടാം. അല്ലെങ്കിൽ യൂറിയ 1 കിലോ, രാജ്ഫോസ് 1.5 കിലോ, പൊട്ടാഷ് 2 കിലോ എന്ന അളവിൽ വാങ്ങി ഇത് 2-3 തവണകളായിട്ട് നൽകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളമിടേണ്ടത്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കവുങ്ങുകളും ഉണ്ട്. അത് കാരണം കവുങ്ങിനും നമ്മൾ ഇതേ സമയം തന്നെ നമ്മൾ കുമ്മായിട്ട് കൊടുക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെ തന്നെയാണ് നമുക്ക് തെങ്ങിൻ്റെ ആരോഗ്യവും പിന്നെ അതിലുണ്ടാവുന്ന ഉൽപ്പാദനവും വർദ്ധിക്കാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഞാൻ കുറേ ഇല വെട്ടിയിട്ടു അല്ലെങ്കിൽ ഞാൻ വേനൽക്കാലം മുഴുവൻ വെള്ളം നനയ്ക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.